എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയും തണുത്ത കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു. 3 ഡിഗ്രി 4 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ തണുപ്പ് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ 4 ദിവസമായിട്ട് അവധിയായിരുന്നു. അപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് അവർക്ക് ഒരു സുഖമില്ലാന്ന് പറഞ്ഞ് പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പുറത്ത് നോക്കുമ്പോൾ ഇന്നൊരു ചൂടുള്ള ദിവസമായിരുന്നു. ചൂടെന്ന് പറയാൻ പറ്റത്തില്ല, വെയിലുള്ള ദിവസമായിരുന്നു. ചൂടില്ല, തണുപ്പ് തന്നെയാണ്. ഫുൾ സ്വെറ്ററും കാര്യങ്ങളും ഇട്ടിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. തണുപ്പുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും ഉണ്ട്. പക്ഷേ വെയിൽ കാണുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറുതെ നടക്കാൻ വേണ്ടി പോയതാട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇതിന് മുമ്പ് പോയിട്ടില്ല ഈ റോട്ടിൽ കൂടെ കേട്ടോ. എന്തൊരു ഭംഗിയായിട്ട് ഈ പൂ നിൽക്കുന്നത് നോക്കി, നല്ല ഭംഗിയില്ല, നല്ല കളറല്ലേ കാണാനായിട്ട്. നമ്മളെ പോകുന്ന വഴിയിലുണ്ടായിരുന്നത് കേട്ടോ. എന്തൊരു ഭംഗിയായിട്ട് അവർ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തേക്കണേന്നറിയോ. ഇപ്പോൾ ഈ സമ്മർ ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം ഇല പൊഴിഞ്ഞും ചീഞ്ഞൊക്കെ പോകണ്ട. ഈ മരമൊക്കെ നല്ല പച്ച കളറായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെയൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി കണ്ടോ. അതൊക്കെ മോശമായി തുടങ്ങി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് എന്ത് കായാണെന്ന് അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എഡിബിളാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ട് ഗാർഡനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് മുമ്പോട്ട് നടന്നു. നമ്മൾ ഈ റോട്ടിൽ കൂടെ ഇതിന് മുമ്പ് പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഒരു കുന്നിൻ്റെ മിഡിലായിട്ടാണ്. അപ്പോൾ ഇത് അതിൻ്റെ പൊക്കത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു കുന്ന് കയറി അങ്ങ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂസ്. അപ്പോൾ നല്ല പച്ചച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, അവിടെ താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് ആ കുന്ന് കയറി ഏറ്റവും മുകളിലെത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടും സ്റ്റെപ്സ് പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. റോഡ് മുകളിലോട്ടും ഉണ്ട്. അതിൻ്റെ മുകളിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ആ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുള്ള കാഴ്ച കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവരെല്ലാം അറേഞ്ച് ചെയ്തേക്കണതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത്. ചെടികളും മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് അറേഞ്ച് ചെയ്തേക്കണതിൻ്റെയാണ്. അപ്പോൾ കുട്ടികൾ സ്കിപ്പിംഗ് റോപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കുറച്ച് നേരം റോഡിൻ്റെ സൈഡിൽ ഉള്ള പ്ലേസിൽ കുറച്ച് നേരം അവർ കളിച്ചു. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എൻ്റെ ഒരു കൈ എവിടെയടേ? രണ്ടൂന്ന് കൈ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു എയർ ബലൂൺ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ചെടികളൊക്കെ നോക്ക്, എന്ത് ഭംഗിയായിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത് നോക്കി. നമ്മുടെ നാട്ടിൽ ജമന്തി എന്നൊക്കെ പറയണതിൻ്റെ ഒരു ചെറിയ ടൈപ്പാന്ന് തോന്നുന്നു, മിനിയേച്ചറാന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നേരത്തെ ഒരു കളർ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതൊരു വേറൊരു കളർ കേട്ടോ. ഇപ്പം ഈ സ്റ്റെപ്പ് കയറിയിട്ടുള്ള വഴിയാണെങ്കിൽ ഐസ് വീഴുമ്പോഴും മഞ്ഞ് വീഴുമ്പോഴും ഒന്നും ഒക്കെ ഈ സംഭവം അടച്ചിടുന്നതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട് അവരവിടെ. സ്ട്രാസ് റിച്ചാർഡ് വാഗ്നർ സ്ട്രാസ്, അങ്ങനെ കേട്ടോ അതിൻ്റെ സംഭവത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളിത് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതിന് മുമ്പ് പോയിട്ടില്ല, അപ്പോൾ ഇത് എങ്ങനെയാവുന്നൊന്നും നമുക്കറിയത്തില്ല. ജസ്റ്റ് എനിവേ അവർ കയറിപ്പോയി നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഇരുട്ടും തണുപ്പും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ പറയും അമ്മ പേടിയായിട്ട് വയ്യ, പേടിയായിട്ട് വയ്യാന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇരുട്ട് വന്ന ഒരു അന്തരീക്ഷം ആകുമ്പോൾ നമുക്കൊരു പേടിയാവത്തില്ല കണ്ടോ. ഇങ്ങനെ ആളുവഴിൻ്റെ പറമ്പ് പോലെ ഇങ്ങനെ കിടക്കണ കാണുമ്പോഴേ. അപ്പം കുഴപ്പമില്ല, പക്ഷെ അവിടെ ആളുകളുടെ ഒച്ചെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് മുകളിലോട്ട് പോയി നോക്കാം എന്നോർത്ത്. നമ്മൾ എന്നാലും 4 പേരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങ് കയറിപ്പോയി. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ ഒരാളും പറമ്പായിരുന്നു. അവിടെ കുറച്ച് ആപ്പിൾ മരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് ടാറിട്ട റോഡ് തന്നെയാണ് കേട്ടോ. ടാറിട്ട റോഡാണ്. അവിടെ ബിൽഡിങ്ങുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തേക്ക് വണ്ടികളെല്ലാം പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പുല്ല് വിരിച്ച സ്ഥലങ്ങളാണ്. പുല്ലായിട്ടുള്ള വഴിയാണ് കേട്ടോ. അതെവിടേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല.
അപ്പോൾ ഇന്ന് എന്തായാലും റിസ്ക് എടുക്കാൻ നിന്നില്ല. അജുവും കൂടി ഉള്ള ദിവസം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.